നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ ലോറി ഡ്രൈവർ അർജുനെ കണ്ടെത്താൻ കനത്ത മഴയെ തുടർന്ന് നിർത്തിവെച്ച രക്ഷാപ്രവർത്തനം വീണ്ടും പുനരാരംഭിച്ചിട്ടുണ്ട്. ഉത്തര കന്നഡയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലുണ്ടായിടത്ത് കനത്ത മഴയാണ് തുടരുന്നത്. ഇതാണ് രാവിലെ മുതൽ രക്ഷാപ്രവർത്തനം ദുഷ്കരമാക്കുന്നത്. കുന്നിടിഞ്ഞ ഭാഗത്ത് മണ്ണ് നീക്കി തുടങ്ങിയിട്ടുണ്ട്. NDRFന്റെയും ഫയർഫോഴ്സിന്റെയും 40 അംഗ സംഘമാണ് നിലവിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നത്. അതേസമയം നദിയിൽ നേവിയുടെ മുങ്ങൽ വിദഗ്ധർ പരിശോധന നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നദിയുടെ അടിയിൽ അർജുന്റെ ലോറി ഇല്ല എന്നുള്ള കണ്ടെത്തലാണ്, വളരെ നിർണായകമായ കണ്ടെത്തലാണ് നേവി അറിയിച്ചിട്ടുള്ളത്. നേവിയുടെ മുങ്ങൽ വിദഗ്ധരടക്കം ഇന്ന് ഉച്ചയ്ക്കാണ് എത്തിയത്. അതിനുശേഷം അവർ സമീപത്തുള്ള നദിയിൽ വിദഗ്ധമായി പരിശോധന നടത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ നിർണായകമായ വിവരമാണ്, അതിനടിയിലൊന്നും ലോറിയില്ല. ഏതായാലും നദിയിൽ ലോറി കണ്ടെത്താൻ സാധിക്കാത്തതിനാൽ തന്നെ മണ്ണിനടിയിലായിരിക്കാം ലോറി ഉണ്ടാവുക എന്നുള്ള നിർണായകമായ കണ്ടെത്തലാണ് നേവി അറിയിച്ചിരിക്കുന്നത്. ഉച്ചയോടെയാണ് നാവികസേനയുടെ 8 അംഗ സംഘം സ്ഥലത്തെത്തിയത്. വെള്ളത്തിനടിയിലേക്ക് ലോറി മറിഞ്ഞിട്ടുണ്ട് എന്നറിയാൻ പുഴയിൽ ഡൈവർമാരെ നിയോഗിക്കാൻ കാർവാറിലെ നേവൽ ബേസിന്റെ സഹായം രാവിലെ തേടിയിരുന്നു. തുടർന്നാണ് നാവികസേനയുടെ ഡൈവിംഗ് സംഘം സ്ഥലത്തെത്തിയത്. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് നദിയുടെ അടിയിൽ ലോറി ഇല്ലെന്ന് കണ്ടെത്തിയത്. അതേസമയം അപകടം നടന്ന് 4ാം ദിവസമായിട്ടും രക്ഷാപ്രവർത്തനം കാര്യമായി നടക്കുന്നില്ലെന്നാണ് അർജുൻ ഒഴിച്ച ലോറിയുടെ ഉടമ മനാഫ് പ്രതികരിച്ചിരിക്കുന്നത്. അതേസമയം അർജുനെ സാധ്യമായതെല്ലാം ചെയ്യുന്നുണ്ടെന്നാണ് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ അടക്കം പറഞ്ഞിരിക്കുന്നത്. കർണാടകയിലെ ഷിരൂരിൽ ദേശീയപാതയിലാണ് കോഴിക്കോട് സ്വദേശി അർജുൻ കുടുങ്ങിക്കിടക്കുന്നതെന്നും കേരളത്തിലെ സർക്കാരും ഞാനും അറിഞ്ഞത് ഇന്നാണെന്നും മന്ത്രി KB ഗണേഷ് കുമാർ പറഞ്ഞു. കർണാടക ഗതാഗത മന്ത്രിയുമായി സംസാരിച്ചു. ചെറിയ മണ്ണിടിച്ചിലല്ല, വലിയ മണ്ണിടിച്ചിലാണ്. വെള്ളത്തിനടിയിലാണെങ്കിൽ GPS കിട്ടില്ല. ലോറി മണ്ണിനടിയിലാകാനാണ് സാധ്യത. വാഹനത്തിന്റെ നമ്പർ ലഭിച്ചാൽ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകും. ഗതാഗത കമ്മീഷണറേറ്റിൽ നിന്ന് നേരത്തെ എന്തെങ്കിലും അറിവ് ലഭിച്ചതായി പറഞ്ഞിട്ടില്ല. നേരത്തെ വിവരം ലഭിച്ചിട്ടുണ്ടോ എന്നും അന്വേഷിക്കാം. വലിയ രീതിയിൽ രക്ഷാപ്രവർത്തനം നടക്കുന്നുണ്ട്. കാസർഗോഡ് RTOയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം സ്ഥലത്തേക്ക് പോയിട്ടുണ്ട്. വെള്ളത്തിലേക്ക് മറ്റു വണ്ടികൾ നദിയിലേക്കും പോയിട്ടുണ്ട്. അതിൽ ആരൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് അറിയില്ലെന്നാണ് കളക്ടർ പറഞ്ഞത്. അർജുന്റെ കുടുംബവുമായി അവിടെ പോയ ആളുമായി സംസാരിച്ചു. 2 ദിവസം മുൻപ് മണ്ണിടിച്ചിലുണ്ടായ കാര്യം കർണാടക സർക്കാരിന് അറിയാമായിരുന്നു. അതിൽ മലയാളികൾ ഉൾപ്പെട്ട കാര്യമൊന്നും കർണാടക സർക്കാർ അറിയിച്ചിട്ടില്ല. രാഷ്ട്രീയ ഇടപെടലിന് വേണ്ടി PC വിഷ്ണുനാഥ് MLA കൊണ്ടും വിളിപ്പിച്ചിട്ടുണ്ട്. കർണാടക സ്വദേശികളായ 3 പേർ മരിച്ചുവെന്ന വിവരം കളക്ടർ പറഞ്ഞിരുന്നു. കൂടുതൽ വിവരങ്ങൾ ഉദ്യോഗസ്ഥ തലത്തിൽ നിന്ന് ലഭ്യമാക്കുമെന്നും KB ഗണേഷ് കുമാർ പറഞ്ഞു. അതേസമയം മണ്ണിടിച്ചിൽ കുടുങ്ങിയ മലയാളിയെ കണ്ടെത്താൻ ശ്രമം തുടരുകയാണെന്നും മന്ത്രി K രാജനും അറിയിച്ചു. ദുരന്ത നിവാരണ സേന തെരച്ചിൽ തുടരുന്നതായി കർണാടക സർക്കാർ കേരളത്തെ അറിയിച്ചു. രക്ഷാപ്രവർത്തനം വേഗം കൂട്ടാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഗതാഗത മന്ത്രി നന്നായി സഹകരിക്കുന്നുണ്ട്. വശത്തുകൂടി മാത്രമേ സംഭവ സ്ഥലത്ത് പോകാൻ കഴിയൂ. അർജുന്റെ ഭാര്യ കൃഷ്ണപ്രിയയുമായി സംസാരിച്ചു. നിലവിൽ ഒരു ടാങ്കർ ലോറിയും കാറും അപകട സ്ഥലത്ത് നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ അപകടത്തിൽപ്പെട്ടെന്ന് കരുതുന്ന മലയാളിയുടെ വിവരം ലഭിച്ചിട്ടില്ല. രക്ഷാപ്രവർത്തനത്തിനായി കൂടുതൽ സേനയെ വിന്യസിക്കുമെന്നും അധികൃതർ അറിയിച്ചതായി മന്ത്രി K രാജൻ പറഞ്ഞു. ഉത്തര കന്നഡ ജില്ലാ കളക്ടറുമായി കോഴിക്കോട് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗും സംസാരിച്ചു. സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിനായി കളക്ടർ അറിയിച്ചിട്ടുണ്ട്. കോഴിക്കോട് ജില്ലാ കളക്ടറെ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാൻ ചുമതലപ്പെടുത്തിയിരുന്നു. ഏതായാലും അർജുൻ മണ്ണിനടിയിലുണ്ട്, ജീവനോടെ തന്നെ തിരിച്ചുവരും, കുഴപ്പമൊന്നും ഉണ്ടാകില്ല എന്നുള്ള പൂർണ്ണ വിശ്വാസത്തിലാണ് അർജുന്റെ കുടുംബം.